രാഹുൽ ഈശ്വർ എന്തിനാണ് RSSനെ വെളുപ്പിക്കുന്നത്? RSSനെ ഒരിക്കലും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാറില്ല. നരേന്ദ്രമോദിജിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാറില്ല. RSSനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? ഒരു മുസ്ലിം സഹോദരനുമായി നടന്ന തർക്കമാണ്. ആ തർക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് RSSനോടുള്ള നിലപാട് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇന്ന് ഈ കോണ്ടെക്സ്റ്റ് ഇന്നും ദേശീയ മാധ്യമങ്ങളിൽ ഞാൻ സംസാരിച്ചു. അതായത് ഞാൻ ദേശീയ മാധ്യമങ്ങളിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് മുസ്ലിങ്ങൾക്കുള്ള അഭിപ്രായം RSSനെ കടന്നാക്രമിച്ച് സംസാരിക്കാറില്ല. ഞാൻ ആരെയും കടന്നാക്രമിച്ച് സംസാരിക്കാറില്ല. പക്ഷേ ചെയ്തികളെയാണ്, ആക്ഷൻസിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. ഇപ്പൊ ഇന്ന് RSSനെ അൽ ഖൈദയുമായി കമ്പയർ ചെയ്തൊരു കോൺഗ്രസ് നേതാവ് ഇതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാര്യം മഹാത്മാഗാന്ധിക്ക് ആ നിലപാടില്ലായിരുന്നു. സാക്ഷാൽ മഹാത്മാഗാന്ധി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദുവിന് ആ നിലപാടില്ലായിരുന്നെങ്കിൽ പിന്നീട് നമുക്ക് ഒക്കെ ആ നിലപാടുണ്ടാവണമെന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണ്? എന്തായാലും മാണിക്യം ടാഗോറിന്റെ വരികൾ നമുക്കൊന്ന് കേൾക്കാം. RSSനെ ഞങ്ങൾക്ക് RSS പഠിക്കാൻ ഒന്നുമില്ല. അൽ ഖൈദ എന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? दूसरों को ऊपर नफरत करती है, उस संगठन से क्या सीखने के लिए? सीखना है ना, अच्छे लोगों से सीखो. इतना बड़ा 140 इयर्स का कांग्रेस है. इस कांग्रेस ने सिर्फ 4-5 लोगों ने स्टार्ट किया था. कांग्रेस सिर्फ कमरे में चल रही थी. कांग्रेस लोगों का साथ लेके आ गया था महात्मा गांधी. लोगों का आंदोलन बढ़ गई थी. ആ മഹാത്മാഗാന്ധിയുടെ നിലപാടല്ലേ? അതായത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയുന്നത് RSSനെ അൽ ഖൈദയോട് താരതമ്യം ചെയ്യുകയും RSSൽ നിന്ന് ഒന്നും പഠിക്കാനില്ല. അതായത് ഇന്നലെ ദിഗ്വിജയ് സിംഗ് എന്ന കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവ് RSSന്റെ സംഘടനാ ശക്തിയെക്കുറിച്ചും BJPയുടെ സംഘടനാ ശക്തിയെക്കുറിച്ചും അദ്വാനിജിയുടെ കാലിൽ ഇരുന്ന അല്ലെങ്കിൽ താഴെ ഇരുന്ന നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രിയായി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് അതിനെ വിമർശിച്ചുകൊണ്ട്, RSSനെ വിമർശിച്ചുകൊണ്ട്, RSSും അൽ ഖൈദയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് മാണിക്യം ടാഗോർ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് MP ആയ മാണിക്യം ടാഗോർ ഇത് പറയുന്നത്. ഇനി നമുക്ക് ഗാന്ധിജിയുടെ നിലപാട് നോക്കാം. അതേ നിലപാടാണ് ഗാന്ധിയനായ രാഹുൽ ഈശ്വറിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഗാന്ധിജിയെ കാണിക്കാറുള്ളത്. ഗാന്ധിജി RSSന്റെ ശാഖകളിൽ അല്ലെങ്കിൽ RSSന്റെ കേന്ദ്രങ്ങളിൽ അങ്ങോട്ട് പോയി സംസാരിച്ചിരുന്നു. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ സ്വയം സേവകർ, RSSകാർ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് നല്ല കാര്യങ്ങളാ. ചുവാച്ചൂത്ത്, തൊട്ടുകൂടായ്മ അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാ. എന്നാൽ നിങ്ങളുടെ മുസ്ലിങ്ങളോടുള്ള നിലപാട് ശരിയല്ല. നമുക്ക് ഹിന്ദു മുസ്ലിം സഹോദര്യം വേണം. ഗുരുജി ഗോൾവൽക്കർ മഹാത്മാഗാന്ധി ആ രീതിയിൽ വളരെ ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയാണ് ന്യൂവാൻസ്. നമുക്ക് ഗ്വാഗ്വാവിളികളും ചീത്തവിളികളും അല്ല, സൂക്ഷ്മ തലത്തിൽ ലേയേർഡായി ബാലൻസ് ആയി കാര്യങ്ങൾ കാണണ്ടേ? ഗാന്ധിജി എന്ന RSSന്റെ ശാഖകളിൽ ചെന്ന് പറഞ്ഞു, നമുക്ക് ഹിന്ദു മുസ്ലിം ഐക്യം വേണം. നമുക്ക് ഐക്യമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. RSS ചെയ്യുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തികൾ, അതിനെ അഭിനന്ദിക്കുന്നു. ചുവാച്ചൂത്ത്, അൺടച്ചബിലിറ്റി ഇല്ല. എന്നാൽ മുസ്ലിം സമൂഹത്തിനോട് നമുക്ക് മെച്ചപ്പെട്ട ബന്ധങ്ങൾ വേണം, നമുക്ക് നല്ല റിലേഷൻ വേണം. ഇതാണ് ഗാന്ധിയൻ പാത, ഇതാണ് മിഡിൽ പാത. ഈ പാത തന്നെയാണ് ഇന്ന് ഞാനും തുടരുന്നത്. അതായത് മോഹൻ ഭഗവത് ജി ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ, മോദിജിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ, മുസ്ലിം ആൾക്കാരോട് യോജിക്കുമ്പോൾ എല്ലാ അമ്പലങ്ങളുടെയും താഴെ പോയി, എല്ലാ പള്ളികളുടെയും, എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ പോയി ശിവലിംഗം തിരയേണ്ടെന്ന് പറയുമ്പോൾ നമ്മളതിനെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയല്ലേ രാഷ്ട്ര നിർമ്മാണം ഉണ്ടാകേണ്ടത്? അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ മുസ്ലിം സഹോദരൻ എന്തിനാണ് രാഹുൽ ഈശ്വർ RSSനെ വെളുപ്പിക്കുന്നത്? RSSും രാഹുൽ ഈശ്വറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ, മഹാത്മാഗാന്ധി അന്ന് RSSനോട് എടുത്ത നിലപാട് അതേപോലെ തന്നെ ഇന്നും ഹിന്ദു സമൂഹം, പൊതുസമൂഹം എടുക്കണം. ഹിന്ദുത്വ റൈറ്റ് വിങ് ആണ് RSS. പ്രത്യേകിച്ച് RSSലെ ഒരു വിഭാഗം ഈ അൾട്രാ റൈറ്റ് വിങ് ആണ്. ആ അൾട്രാ റൈറ്റ് വിങ് ഉള്ള ഇനി അതിലും തീവ്രതയുള്ളതാണ് ഗോഡ്സേവാദികൾ. RSSന് തീവ്രത പോരാന്ന് പറഞ്ഞ് RSSൽ നിന്ന് വിട്ടുപോയ ആൾക്കാരാണ് ഈ ഗോഡ്സേവാദികൾ, അല്ലെങ്കിൽ ഗോഡ്സെ, നാഥുറാം വിനായക് ഗോഡ്സെ, ചിത്പാവൻ ബ്രാഹ്മിൺ, മഹാരാഷ്ട്രീയൻ, ഈ പേഷ്വ പാരമ്പര്യമുള്ള ഈ എക്സ്ട്രീം ബ്രാഹ്മിൺ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. നല്ല ഒരുപാട് ചിത്പാവൻ ബ്രാഹ്മിൺസ് ഉണ്ട് കേട്ടോ. ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്, ബാലഗംഗാരത്തിലൊക്കെ ചിത്പാവൻ ബ്രാഹ്മൺ ആണെന്ന് എൻ്റെ ഓർമ്മ. എന്നാൽ തീവ്രതയെ മാറ്റി നിർത്തിയാൽ മതി. നല്ല RSSകാരുമായി എൻഗേജ് ചെയ്യാനും നല്ല BJPക്കാരുമായി എൻഗേജ് ചെയ്യാനും ഹിന്ദു സമൂഹവും കേരള സമൂഹവും ഇന്ത്യൻ സമൂഹവും പൊതുസമൂഹവും തയ്യാറാകണം. അത് മഹാത്മാഗാന്ധിയുടെ നിലപാടിൽ നിന്ന്. എങ്ങനെയാണ് ആ നിലപാട്? മുസ്ലിം വിരോധം വേണ്ട, എന്നാൽ ഹിന്ദു ഐക്യം വേണം. ഈ ബാലൻസിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അങ്ങനെ ഒരു മുസ്ലിം സഹോദരനുമായി തർക്കമാണ് നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങയുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് RSSനെ വെള്ളപൂശുന്നത്, അല്ലെങ്കിൽ RSSനെ വെള്ളപൂശുകയാണോ? RSS അല്ലേ ഈ വിദ്വേഷത്തിന്റെ ഫാക്ടറി? ഇതാണല്ലോ കോർ സാധനം. ഞാൻ തന്നെ ഒന്നുകൂടി പറയട്ടെ. അതായത് നിങ്ങൾ RSSനെ വെള്ളപൂശുന്നോ എന്നുള്ളതെന്ന് വെച്ചാൽ, RSS ചെയ്യുന്ന അല്ലെങ്കിൽ RSSന്റെ പോലെയുള്ള സംഘടനകൾ ചെയ്യുന്ന, സംഘപരിവാർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആശയത്തെ അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കുന്ന വംശീയ വെറി, വിദ്വേഷം, വെറുപ്പ്, വർഗീയത,
ഇത് RSS ആണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് പറയാനോ ഇത് നിർത്തിയാലേ ഇത്തരം അക്രമങ്ങൾ നിൽക്കൂ എന്ന് പറയാനോ നിങ്ങൾ ധൈര്യം കാണിക്കുന്നില്ല. ഞാൻ അതിന് മറുപടിയായിട്ട് പറയാം. ഓക്കെ, എല്ലാ പള്ളികളുടെയും താഴെ പോയി ശിവലിംഗം തിരയരുത് എന്ന് പറയുന്നത് ഒരു RSSന്റെ സർസംഘചാലകോ ഹെഡോ ആയ മോഹൻ ഭഗവത്ജിയാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് ഈ മുസ്ലിം വിരോധം ഉണ്ടോ? അദ്ദേഹം ഉണ്ടെങ്കിൽ അത് പറയൂ. അങ്ങനെയാണെങ്കിൽ അല്ല, അത് വേറൊന്നുണ്ട്. എല്ലാ പള്ളിയുടെയും അടിയിൽ പോയി തിരയണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ചില പള്ളിക്കടിയിൽ തിരയണം എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് അദ്ദേഹം പറയുന്നത്. വ്യാഖ്യാനമാണ്. വ്യാഖ്യാനല്ല. RSS ഇതുവരെ ചെയ്തത് ബാബരി മസ്ജിദ് തകർത്തു, ഇനിയും ഒരുപാട് തകർക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്ന് കരുതി എല്ലാ പള്ളിയുടെ പിറകിലും നിങ്ങൾ തിരയരുത് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് പള്ളികളുണ്ട്. ഇതിന്റെ ഒക്കെ പിറകിൽ തിരയണമെന്നല്ല, നമ്മൾ പറയുന്ന കുറെ പള്ളികളുടെ അടിയിൽ നിങ്ങൾ തിരയണം എന്നാണെങ്കിൽ അതാണ് ഞാൻ സത്യസന്ധമായി മനസ്സിലാക്കുന്നത് കേട്ടോ. എനിക്ക് ഞാൻ സത്യസന്ധമായി പറയാം. ഓക്കെ, RSSന് ശരിക്കും ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ച് അല്ലെങ്കിൽ മുസ്ലിം ഓർഗനൈസേഷനും ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനും ഉണ്ട്. വലിയ ആക്റ്റീവ് ഒന്നും അല്ല, പക്ഷെ പേരിനെങ്കിലും ഉണ്ട്, കാണിക്കാനെങ്കിലും ഉണ്ട്. ഇനി ഞാൻ പറയുന്നത് ഇത് റീസൺ ഞാൻ ഈ പറയുന്നത് അങ്ങ് ഒരു 30 സെക്കൻഡ് എടുത്ത് കേൾക്കണം. ഇത് ശരിയാണോ എന്ന് അങ്ങ് ആലോചിച്ചിട്ട്, കാര്യം ഈ വിഷയം സോൾവ് ചെയ്യാനല്ലേ നമ്മുടെ ആഗ്രഹം. ഈ വിഷയം യഥാർത്ഥത്തിൽ ഉദാഹരണം ഞാൻ കേരളത്തിലുള്ള നമുക്ക് അറിയാവുന്ന 2 ഉദാഹരണം വെച്ച് പറയാം, അപ്പൊ എളുപ്പമാവുമല്ലോ. കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാർ ഓടി നടന്ന് മുസ്ലിം വിരോധം പറയാറുണ്ട്, ഇല്ലേ? അതെ. പുള്ളിയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം പുള്ളിക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ലാന്ന്. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് യഥാർത്ഥ പ്രശ്നം. അതായത് ഒരാൾക്ക് ജെനുവിനായിട്ട് മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവനെ പറഞ്ഞ് നന്നാക്കാം. അതായത് നമ്മൾ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവനെ ഉണർത്താന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരാൾ ശരിക്കും ഉറങ്ങുകയാണെങ്കിൽ അയാളെ കുലുക്കി വിളിച്ചോ മുഖത്ത് വെള്ളം ഒഴിച്ചോ ഒരാളെ നമുക്ക് ഉണർത്താം. പക്ഷേ ഉറക്കം നടിക്കുകയാണെങ്കിൽ, ഉറങ്ങുകയാണെന്ന് അഭിനയിക്കുകയാണെങ്കിൽ അയാളെ ഒരിക്കലും വിളിച്ചെണീപ്പിക്കാൻ പറ്റില്ലെന്ന് പറയും. കാര്യം അയാൾ ഉറങ്ങുകയാണെന്ന് അഭിനയിക്കുകയാണ്, നമ്മൾ പറയുന്ന എല്ലാ അയാൾ കേൾക്കുന്നുണ്ട്, ഇല്ലേ? അതേപോലെ ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ സാറോ സുരേന്ദ്രൻ ഒക്കെ ഒരു മുസ്ലിം വിരോധവും ഇല്ല. യഥാർത്ഥത്തിൽ അതാണ് അപകടം. മുസ്ലിം വിരോധം ഇല്ലാത്തൊരു വ്യക്തി മുസ്ലിം വിരോധത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് കോമൺ ആയ കാര്യങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ഖുറാനും അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിക ചരിത്രവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ, ക്രിസ്ത്യാനികൾക്ക് ബൈബിളും യേശു ക്രിസ്തു ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ കോമൺ സാമാന്യം എന്നുള്ള കാര്യങ്ങൾ കുറവാണ്. അപ്പൊ ഞങ്ങളുടെ ഇടയിലെ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഇടയിൽ ഒന്നിപ്പിക്കാൻ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മറുഭാഗത്തൊരു ശത്രു ഉണ്ടെന്നും ആ ശത്രു നമ്മളെ ഇല്ലാതാക്കാൻ വരികയാണെന്നും ഈ ശത്രുവിനെ നേരിടാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഞാൻ നിങ്ങളെ നയിക്കണമെന്നും ഞാൻ നേതാവാകണമെന്നും ഒക്കെയുള്ള മനസ്സിലിരിപ്പ് കൊണ്ടാണ് ഈ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്, ഹലാൽ ജിഹാദ്, തുള്ളിമരുന്ന് ജിഹാദ് പോലുള്ള കള്ളങ്ങൾ പറയുന്നത്. ഇതൊരു കള്ളമാണ്. അതായത് എനിക്ക് പേഴ്സണലി അടുത്തറിയാവുന്ന ഇഷ്ടമുള്ള PC ജോർജ് സാർ ഒരു കാലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് മേടിച്ചാണ് ജയിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് പുള്ളി മാറി BJP-യിലേക്ക് പോയപ്പോ നേരെ മറിച്ച് തുള്ളി വരുന്ന ജിഹാദ് ഉണ്ടെന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒരു സാധനം ഈ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇത് പറയുന്നതിന്റെ റീസൺ, ഒരു ശത്രുവിനെ ഉണ്ടാക്കി ആ ശത്രുവിനെതിരെ ആൾക്കാരെ ഒന്നിപ്പിക്കുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. ഇത് നോർത്ത് ഇന്ത്യയില് കൂടുതൽ എല്ലാവരോടും മുസ്ലിങ്ങളോടും ഉണ്ട്, പക്ഷെ ക്രിസ്ത്യാനികളോടും ആഞ്ഞ് പ്രയോഗിക്കുന്നതിന്റെ കാര്യം ക്രിസ്ത്യാനികൾ ഒരുപാട് മതപരിവർത്തനം ചെയ്യുന്നു എന്നൊരു ധാരണയിൽ ക്രിസ്ത്യാനിയാണ് ശത്രു എന്നുണ്ട്. കേരളത്തിൽ ഇതിനെ ശത്രുവായി കാണാത്തതിന്റെ കാര്യം, മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികൾക്ക് നല്ല രീതിയിൽ വോട്ടും നോട്ടും ഉണ്ട്. അതായത് നല്ല രീതിയിൽ ധനവും സമ്പത്തും നോട്ടും ഉള്ളതുകൊണ്ട് അവരെ എങ്ങനെങ്കിലും കൂടെ നിർത്തുക എന്നുള്ള തന്ത്രമാണ് ഹിന്ദുത്വ പാർട്ടികൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സിമ്പിളാണ് വിഷയം എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഞങ്ങളുടെ ഇടയിൽ ഒരുമയ്ക്കും ഐക്യത്തിനും ഒരു ദിവസമില്ല. ഇത് കാരണം എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ, എപ്പോഴും ശത്രു ഉണ്ടെന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു എനർജി ഉള്ളൂ, ഊർജമുള്ളൂ. ഞങ്ങളുടെ ആൾക്കാര് ഒരു ഗുമ്പിന് വേണ്ടി, ഇത് ഞാൻ പറയണത് ഇത് ശരിയാണെന്നല്ല കേട്ടോ, ഇതാണ് സംഭവിക്കുന്നത്. ഇത് തെറ്റാണ്, 100% എന്നല്ല 101% തെറ്റാണ്. പക്ഷെ സംഭവിക്കുന്നത്, ഞങ്ങളുടെ ഇടയിലുള്ള നേതാക്കൾ മനസ്സിൽ ഒരു മുസ്ലിം വിരോധവും ഇല്ലാതെ മനഃപൂർവ്വം മുസ്ലിം ശത്രുവാണെന്നും അവൻ തുപ്പിയിട്ടാണ് നമുക്ക് ആഹാരം തരുന്നതെന്നും അവൻ ഇപ്പൊ അങ്ങ് ആലോചിച്ച് നോക്കിയേ, ഞാൻ പാലക്കാട് കൊന്ന പാവം രാംനാരായൺ എന്ന ദളിത് ഹിന്ദുവാണ്, അവനെ കൊന്നത് ഒരു ബംഗ്ലാദേശി മുസ്ലിമാണ് എന്ന് മനസ്സിൽ തെറ്റിദ്ധരിച്ചിട്ടാണ്. ഇതിന്റെ മറ്റൊരു എക്സ്റ്റൻഷൻ ആണ്. ഇനി ഇതിന്റെ ഹൈറ്റ്സ് പറയാം. ഇങ്ങനെയാണ്
മുസ്ലിം സ്നേഹിയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് അമിതമായ സ്നേഹം കാണിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗാന്ധിജിയെ കൊല്ലുന്നത്. ഇസ്ലാമോഫോബിയ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ്. ഇതൊരു മനസ്ഥിതിയാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ, കുറച്ചുകൂടെ പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ, ഞാനൊക്കെ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിലടക്കമുള്ള ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു അസുഖമാണ്, രോഗമാണ്. ഇനി ഒരു സൊല്യൂഷൻ കൂടെ പറയാം, അങ്ങേക്ക് കൺവിൻസിംഗ് ആവുന്ന സൊല്യൂഷൻ കൂടെ പറയാം. സിനിമകളൊക്കെ കാണാറുണ്ടോ? അത് മുമ്പ് കുറെ കണ്ടിരുന്നു, ഇപ്പൊ കുറവാണ്. നമ്മുടെ മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ടോ? ചിത്രത്താഴ് എനിക്ക് ഓർമ്മയില്ല, അതിന്റെ തിരക്കഥയും പശ്ചാത്തലം എനിക്കിപ്പോ അറിയില്ല. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശോഭന എന്ന് പറയുന്ന നായികയെ, അല്ലെങ്കിൽ ശോഭന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ബാധ കയറുന്നതാണ്. ഇപ്പൊ അതായത് പൊസഷൻ, ബാധ കയറുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. താങ്കളുടെ എന്റെ ഒരു അനിയന് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കട്ടെ, ബാധ കയറി എന്നുള്ള ആലങ്കാരിക രീതിയിലും, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മൾ അവനെ തല്ലി ശരിയാക്കുവോ? തല്ലിയാ ശരിയാവുമോ? ഇല്ല. ഭ്രാന്ത് പിടിച്ചവനെ തല്ലി ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അവനോട് തർക്കിച്ച് ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. പകരം അവനെ ചേർത്ത് നിർത്തി, കൂടെ നിർത്തി പറഞ്ഞ്, അനിയാ ഇത് തെറ്റല്ലേ, ഇത് കള്ളമല്ലേ, നിനക്ക് അബദ്ധം പറ്റുന്നതല്ലേ എന്ന് പറഞ്ഞ് ഇവരെ നന്നാക്കാതെ വേറൊരു വഴിയില്ല. എന്റെ ഇന്നലത്തെ വീഡിയോ ശ്രദ്ധിച്ച ഇതേപോലൊരു തീവ്ര ഹിന്ദുത്വവാദി എന്നെ വിളിച്ചങ്ങ് അഭ്യർത്ഥിക്കുകയാണ്. അതായത് എന്നെ സാറെന്നും തിരുമേനി എന്നൊക്കെ വിളിച്ച് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, സാറേ മുസ്ലിങ്ങൾ ഇന്ത്യ വിഴുങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എവിടെയാണ് വിഴുങ്ങാൻ നിൽക്കുന്നത്? ഇത് അയാളുടെ കുറ്റമല്ല, അങ്ങ് നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ഇവരുടെ മനസ്സിൽ കുത്തിവെക്കുന്ന വിഷമാണ്. പക്ഷേ നമുക്ക് വിഷത്തെ വിഷം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുറാൻ 41:34 സൂറ ഫുസിലത്ത്, അതായത് അത് പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് ജയിക്കാൻ പറ്റില്ല, ഇരുട്ടിനെ വെളിച്ചം കൊണ്ടേ ജയിക്കാൻ പറ്റൂ. കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ പറ്റൂ. ഇതാണ് പ്രവാചകന്റെ പാത, ഇതാണ് ഗാന്ധിജിയുടെ പാത, ഇതാണ് യേശുക്രിസ്തുവിന്റെ പാത. അപ്പോ ഇങ്ങനെ ഞാനിങ്ങനെ ഒരുപാട് പേരെ നന്നാക്കിയിട്ടുണ്ട്. അതായത് അങ്ങനത്തെ കാലം ആലോചിച്ച് നോക്കുക, മുസ്ലിങ്ങളെ അല്ല, ഈ മുസ്ലിം വിരോധം മൂത്ത് കൊന്നത് ഗാന്ധിജിയാണ്, യഥാർത്ഥ രാമഭക്തനായ വിശ്വാസിയായ. അപ്പൊ RSSകാരോട് എടുക്കേണ്ട സമീപനം, ഗാന്ധിജി ഒരു സമീപനം ഉണ്ടായിരുന്നല്ലോ. ഗാന്ധിജി എന്താണ് RSSന്റെ അന്നത്തെ നേതാവുണ്ട് ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹത്തോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് സംഘത്തിലെ ആൾക്കാരോട് സംസാരിക്കണം. എന്നിട്ട് ഗാന്ധിജി അങ്ങോട്ട് പറയുകയാണ്, ഞാൻ വന്ന് സംസാരിക്കാം. ഇനി ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ 1944 വരുന്നുണ്ട്. ഇതും കൂടെ ശ്രദ്ധിച്ചേക്കണം, ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ കൊല്ലുന്നതിന് 4 വർഷം മുമ്പ് ആദ്യ ഇതിൽ വരികയാണ്. ഗാന്ധിജിയെ കുത്താൻ കത്തിയായിട്ട് വരുന്നു, ഗാന്ധിജിയെ പിടിച്ചു മാറ്റുന്നു. എല്ലാവരും കൂടെ ഗോഡ്സെ പിടിച്ചു മാറ്റി. അപ്പം ഗോഡ്സെയോട് ഗാന്ധിജി അങ്ങോട്ട് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ കൊല്ലാൻ വന്നത്. നമ്മൾ തമ്മിൽ വ്യക്തിവിരോധമൊന്നും ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ യാതൊരു വ്യക്തിവിരോധവും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞ എന്തോ നിലപാടിനോടോ ആശയത്തോടോ വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ നീ എന്നെ കൊല്ലാൻ വരുന്നത്. നീ എന്റെ കൂടെ വന്ന് 8 ദിവസം സേവാഗ്രാം ആശ്രമത്തിൽ താമസിക്കും. സംഭവം ഉണ്ടായിട്ടുണ്ട് 1944 ജൂലൈ ഓഗസ്റ്റ്. ഇതേ ഗോഡ്സെ ചില രേഖകൾ പ്രകാരം 5ഉം ചില രേഖകൾ പ്രകാരം 4 തവണയും ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് 1900. അപ്പം ഗാന്ധിജി തന്നെ കൊല്ലാൻ വരുന്ന ഗോഡ്സെയോട് പറയുകയാണ്, നീ എന്റെ കൂടെ വന്ന് ഒരാഴ്ച ആശ്രമത്തിൽ താമസിക്കും, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. എന്തെങ്കിലും അഭിപ്രായ വേറെ എങ്ങനെയാ ഇവരെ നന്നാക്കുന്നത്? അപ്പൊ ഇവരെ കൂടെ ഞാൻ അങ്ങനെ ഒരുപാട് പേരെ പറഞ്ഞു മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കൗതുകമുള്ളൊരു സാധനം പറയാം. അങ്ങക്ക് ടിപ്പു സുൽത്താൻ, എനിക്കറിയാം, നിങ്ങൾ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതിന്റെ കാര്യം എന്താ അറിയാമോ? ടിപ്പു സുൽത്താൻ മഹാനാണെന്ന് LK അദ്വാനി, BJPയുടെ വാജ്പേയി കഴിഞ്ഞ ഏറ്റവും വലിയ നേതാവാണ് LK അദ്വാനി. LK അദ്വാനി ഫോർവേഡ് എഴുതിയ പുസ്തകത്തിൽ RSSന്റെ ഏറ്റവും വലിയ സൈദ്ധാന്തികൻ KR മൽക്കാനി എഴുതുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ RSSകാരെ സമ്മതിപ്പിക്കാൻ ഞാൻ ബുദ്ധിമുട്ടാണ്. ഇനി പോട്ടെ, അങ്ങേക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടാൻ കൗതുകോടെ പറയാം. RSSലെ ഒരു തീവ്ര വിഭാഗം അന്നും ഇന്നും ശബരിമല യുവതികൾ കയറണമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ശബരിമല യുവതികൾ കയറിയാലേ യൂണിഫോം സിവിൽ കോഡ് നടപ്പാകൂ, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയാലേ മുസ്ലിം പേഴ്സണലോ ഇല്ലാതാക്കാൻ പറ്റൂ. ഈ ഭ്രാന്തിലാണ് അവർ നിൽക്കുന്നത്. എന്നെ TV-യിൽ ഇരുന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. അതായത് RSSലെ മോഹൻദാസ് ജി അറിയായിരിക്കും, TG മോഹൻദാസ്, BJPയുടെ ഇന്റലക്ച്വൽ സെൽ ഹെഡ് ആയിരുന്നു, തീവ്ര ഹിന്ദുത്വവാദം പറയുന്ന വ്യക്തിയാ. പുള്ളി പറയുന്നുണ്ട്, രാഹുൽ ഈശ്വറിനെ പോലെ പിന്തിരിപ്പന്മാര് കാരണമാണ് ശബരിമല യുവതികളെ കയറാത്തത്. ഇതിന്റെ കാര്യം ഇവരുടെ മനസ്സിൽ വിരോധവും വിദ്വേഷവുമാണ്. പക്ഷെ തിരിച്ച് വിദ്വേഷം കൊണ്ട് നമുക്ക് അതിനെ ജയിക്കാൻ പറ്റില്ല, സമയമെടുക്കും. ഇരുട്ടി വെളുക്കുമ്പോ നാട് നന്നാ നമ്മൾ ദൈവങ്ങളൊന്നും അല്ലല്ലോ. മെനക്കെട്ട് ഇവരോട് സംസാരിച്ച് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഗാന്ധി മാർഗമെന്നോ വിവേകാനന്ദന്റെ മാർഗമെന്നോ ഒക്കെ പറഞ്ഞ്
ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇതേപോലെ മുസ്ലിം വിരോധമാണ്. കാലെടുക്കുമ്പോഴേക്ക് ഒത്തിരി മുസ്ലിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമല്ലോ, അല്ലെ? അല്ല, അല്ല, ഒത്തിരി അങ്ങ് ക്രിസ്ത്യാനികളുടെ എന്താ ജീവൻ നഷ്ടപ്പെടും. ഇപ്പൊ ഹിന്ദു രാംനാരായൺ ഇദ്ദേഹത്തെ പോലെയുള്ള ഹിന്ദുക്കളുടെ ജീവനും നഷ്ടപ്പെടും. ഹിന്ദുക്കളുടെ ജീവൻ അത് ആലോചിച്ച് നോക്കി. അതായത് അപ്പോ അവന്റെ മനസ്സിൽ, ഇത് കൊന്നവന്റെ മനസ്സിൽ സ്ത്രീകൾ ചേർന്ന് അടിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നലത്തെ വാർത്തകൾ കണ്ടത് ഈ 15 പേരുടെ ഗ്രൂപ്പിൽ സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോ ഈ വിദ്വേഷം നമ്മുടെ മനസ്സിലെ സാത്താനാണ്, ഇനി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ചെകുത്താനാണ്. ആ വിദ്വേഷത്തെ മാറ്റാതെ വേറെ വഴിയില്ല. വേറെ എന്താ നമുക്ക് വഴി? അങ്ങ് തിരിച്ചാലോചിച്ചു, ഒരു ദിവസം കൊണ്ട് RSS അടക്കമുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ ഒരു ദിവസം ഇരുട്ടി വെളുപ്പിക്കുന്നത് നന്നാക്കാൻ പറ്റൂ? ഞാൻ അങ്ങ് ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയില്ല, എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ്. എന്നോട് പറയും ഞാൻ ജിഹാദിയാണെന്ന്. ഞാൻ പറയും ഉറപ്പായിട്ടും ഞാൻ ജിഹാദിയാണ്, മഹാത്മാഗാന്ധിയുടെ പാതയിൽ ധർമ്മയുദ്ധം ചെയ്യുന്നവനാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ യുദ്ധമൊന്നോ ധർമ്മയുദ്ധമൊന്നോ ആണ്. ഇങ്ങനെ പറഞ്ഞ് ശരിയാക്കാതെ വേറെ എന്താ വഴി? അല്ല, ഞാനൊന്ന് പറയട്ടെ. ഓക്കെ, അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ ഇതിൽ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മുടെ വെള്ളാപ്പള്ളി ഈ മുസ്ലിം വിരോധം പറയുന്നു, അദ്ദേഹത്തിന് മുസ്ലിം വിരോധമില്ല. ഓക്കെ, അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലേ മനസ്സിൽ നമ്മൾ അറിയുന്നില്ല. അദ്ദേഹം മുസ്ലിം വിരോധം പറയുമ്പം അദ്ദേഹത്തെ നേതാവായി അംഗീകരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലേക്കൊക്കെ ഈ മുസ്ലിം വിരോധം ഇഞ്ചക്ട് ചെയ്യാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഈ RSSന് അല്ലെങ്കിൽ അദ്വാനിക്ക് മുസ്ലിം വിരോധം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. അദ്ദേഹം മുസ്ലിം വിരോധം പറയുമ്പം ഇന്ത്യയിലെ ഹിന്ദുക്കൾ അതിനെ വലിയ വേദവാക്യമായി എടുത്ത് അതിനുവേണ്ടി മുസ്ലിമീങ്ങളെ കൊല്ലാൻ നടക്കുമ്പോ പിന്നെ അദ്വാനിക്ക് മുസ്ലിം വിരോധം ഇല്ല എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അദ്ദേഹം ഇവിടെ വിതച്ചിരിക്കുന്ന വിത്ത് വിഷവിത്താണ്, മുസ്ലിം വിരോധത്തിന്റെ വിത്താണ് RSS ഇന്ന് ഇന്ത്യയിൽ നിറയെ വിതച്ചുകൊണ്ടിരിക്കുന്നത്, മാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയാണ് ഇത് ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണ്. ഈ RSSന് മുസ്ലിം വിരോധം ഇല്ലാന്നോ അതിന്റെ നേതാക്കന്മാർക്കില്ല എന്നോ പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പരിണിത ഫലം ഇന്ത്യയിലെ ഹിന്ദുക്കളൊക്കെ വർഗീയവാദികളും വെറുപ്പുള്ളവരും ക്രിമിനലുകളുമായി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് RSS ചെയ്യുന്നത്. അപ്പൊ ശരിക്കും എന്താ തിരിച്ച് ചെയ്യേണ്ടത്? ഈ കള്ളം പറയുമ്പോ ഒരു നിമിഷം ശ്രദ്ധിക്കുക, വെള്ളാപ്പള്ളി സാറിന്റെ അടക്കമുള്ള സാധനങ്ങൾ കള്ളം പറയുമ്പോ അതിന്റെ ചർച്ചകളിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ചർച്ചകളിൽ ഞാൻ പോയി സ്നേഹത്തോടെ ബഹുമാനത്തോടെ വെള്ളാപ്പള്ളി സാറിന് എനിക്ക് ഇഷ്ടമാണ്, ആദരവാണ്, ഞങ്ങളുടെ നേതാവാണ്, പക്ഷേ അദ്ദേഹം പറയുന്നത് കള്ളമാണ് എന്ന് യാതൊരു മടിയും കൂടാതെ ഞാൻ ചെന്ന് തുറന്നു പറയും. അവര് വിത്തിടുകയാണെങ്കിൽ ആ ഓരോ വിത്തും പറക്കി എടുക്കുകയാണ് നമ്മുടെ പണി. അത് ഒറ്റ സ്ഥാനത്ത് തീരില്ല. അതായത് അവരെന്ന് പറഞ്ഞാൽ ഇതുപോലെ തീവ്ര ഹിന്ദുത്വ ലൈൻ പറയുന്നവർ അതിശക്തമായ രീതിയിൽ മുസ്ലിം വിരോധം പറയും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരോധം എന്താണെങ്കിലും പറയും. നമ്മൾ എന്ത് ചെയ്യും? ഓരോ വിത്തായിട്ട് തിരിച്ച് പറക്കിയെടുത്ത് കളയും. കാര്യം അത് വിഷവിത്താണ്. കാര്യം ഈ വിഷത്തിൽ എന്റെ മകൻ വളരുന്നതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. എന്റെ മോൻ ജനിക്കുന്ന നാട്ടിൽ ഈ വിഷവിത്തുകൾ ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, ഈ വിഷം ഇന്ന് വ്യാപിപ്പിക്കുന്നത് RSS ആണ് എന്ന്